രണ്ട് അനാഥാലയങ്ങളിൽ നിന്നെത്തുന്ന ഒരച്ഛൻ്റെയും മകൻ്റെയും കണ്ടുമുട്ടൽ നമുക്കൊന്ന് കണ്ടാലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറേ കരഞ്ഞു, നിങ്ങളും കരയും ഈ കാഴ്ച കണ്ടാൽ, ഉറപ്പാണ്. ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ വേദനിക്കും, ഹൃദയം നുറുങ്ങും. എത്ര ശ്രമിച്ചാലും കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിയും. അങ്ങനൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം സ്നേഹക്കൂട്ടിലുണ്ടായത്. പപ്പയുടെ മകൻ കാഞ്ഞിരപ്പള്ളി പെനുവേൽ ആശ്രമത്തിലായിരുന്നു. ജതിനെന്നായിരുന്നു പേര്. മാനസികമായിട്ട് സുഖമില്ലാത്ത അവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്ന ജതിനെ പെനുവേൽ ആശ്രമം ഏറ്റെടുത്ത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ നല്ല രീതിയിൽ മാറ്റം വന്ന് ജതിനും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കി നിന്നവരെല്ലാം കണ്ണുനീർ തുടയ്ക്കാൻ ഏറെ പാടുപെടുന്നുണ്ടായിരുന്നു. സ്നേഹക്കുട്ടി കഴിയുന്ന അച്ഛനെ കാണാനായിട്ട് മറ്റൊരു അനാഥാലയത്തിൽ നിന്നും മനോരോഗ ചികിത്സയിൽ കഴിയുന്ന മകൻ എത്തിയപ്പോഴായിരുന്നു ഞങ്ങൾ എല്ലാവരും കരഞ്ഞത്. ഞങ്ങളുടെ പപ്പയുടെയും മകൻ്റെയും പുനഃസമാഗമ കാഴ്ചകൾ ഏറെ സങ്കടവും സന്തോഷവും എല്ലാവരിലും ഉണ്ടാക്കി. 3 വർഷങ്ങൾക്ക് മുൻപാണ്, 2022 ജൂണിലാണ് തൃക്കോതമംഗലത്ത് ഒരു വീട്ടിൽ നിന്നും മാനസിക രോഗബാധിതനായ അച്ഛനെയും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ അവശ നിലയിൽ കഴിഞ്ഞ ത്രേസ്യാമ്മ എന്ന അമ്മയെയും സ്നേഹക്കൂട് കുടുംബ സംരക്ഷണത്തിനായി ഏറ്റെടുത്തത്. റോഡിൽ നിന്നും ഏറെ ദൂരെയായിരുന്ന വീട്ടിൽ നിന്നും അമ്മയെ സ്നേഹക്കൂട് പ്രവർത്തകർ എടുത്തുകൊണ്ടാണ് വാഹനത്തിലെത്തിച്ചത്. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ത്രേസ്യാമ്മ അമ്മച്ചി ദൈവസന്നിധി പോയി. അമ്മയുടെ മൃതദേഹം അമ്മയുടെ ഇടവക പള്ളിയായ തൃക്കോതമംഗലം പള്ളിയിലെ കല്ലറയിൽ ആചാരപ്രകാരം അടക്കം ചെയ്തതിന് ശേഷം ഒറ്റയ്ക്കായിപ്പോയ പപ്പയെ നമ്മൾ വീണ്ടും സ്നേഹക്കൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. സ്നേഹക്കൂട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ പപ്പ മാനസികമായിട്ട് വളരെ വിഷമാവസ്ഥയിലായെങ്കിലും പിന്നെയും സ്നേഹക്കൂട്ടിലെ സ്നേഹപൂർണമായ സംരക്ഷണത്തിൽ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് പപ്പയെ സാധിച്ചു. പപ്പയും ജതിനും കുറേ നേരങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അവർ പരസ്പരം ഭക്ഷണം വാരിക്കൊടുത്ത് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആ ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ നമ്മളുടെയൊക്കെ കണ്ണും മനസ്സുമൊക്കെ നിറയ്ക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയായിട്ട് മാറിയായിരുന്നു. അച്ഛനും മകനും പിരിയുന്ന വേളയിൽ പപ്പ വളരെ വിഷമത്തോടു കൂടി മാറി നിന്ന് കരയുന്ന ഒരു കാഴ്ചയും മകൻ അച്ഛന് ടാറ്റയൊക്കെ കൊടുത്ത് യാത്രയാകുന്ന ഒരു കാഴ്ചയും ഒക്കെ ശരിക്കും നമ്മുടെ നെഞ്ചു ഒലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. എന്തായാലും ഇവരെ ഇനിയും ഒരുമിച്ച് കാണാനുള്ള അവസരം ജഗദീശ്വരൻ ഇവർക്ക് 2 പേർക്കും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. ഇവരുടെ ഒരു കണ്ടുമുട്ടലിന് കാരണമായ സെബാസ്റ്റ്യൻ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഒരുപാട് അറിയിക്കുകയാണ് സ്നേഹക്കൂട് കുടുംബം. ഇതിന് നിമിത്തമാകാൻ സ്നേഹക്കൂടിനും സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് നമ്മളും. നമുക്ക് ഇവർക്ക് 2 പേർക്കും പ്രാർത്ഥനകളും ആശംസകളും നേരാം.